തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ച കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം 24 പുറത്തുവിട്ടു. ആൻജിയോഗ്രാം ചെയ്യുന്ന ലിസ്റ്റിൽ തന്നെ അവസാനം ഒഴിവാക്കിയെന്ന് ബന്ധുവിനയച്ച സന്ദേശത്തിൽ വേണു പറയുന്നുണ്ട്. തനിക്ക് എന്ത് സംഭവിച്ചാലും പൂർണ്ണ ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടേഴ്സും മറ്റ് ജീവനക്കാരുമാണ്. ഒരാളെയും വെറുതെ വിടരുത് എന്നും കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന ശിക്ഷ നൽകണമെന്നും വേണുവിന്റെ ശബ്ദ സന്ദേശം. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് ബ്ലഡ് പരിശോധിച്ചതിൻ്റെ ഫലമായിട്ട് അറ്റാക്കാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് 10 മിനിറ്റ് പോലും പാഴാക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇവിടുന്ന് പ്രൈവറ്റ് ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ എത്തിച്ചത്. വേണു മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബന്ധുവിനയച്ച ശബ്ദ സന്ദേശമാണിത്. എല്ലാ പരിശോധനയും പൂർത്തിയാക്കിയിട്ടും തന്നെ ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയെന്ന് വേണു ദയനീയാവസ്ഥയിൽ പറയുന്നു. ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഹാളിൽ വന്ന് അറിയിച്ചപ്പോഴും എൻ്റെ പേര് മാത്രം അതിനകത്തില്ല. ഇതിനകത്ത് എന്ത് സംഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല. ഒടുവിൽ പൊതുജനങ്ങളോട് വേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ: ഈ സമയം മുതൽ എനിക്ക് എന്ത് ശാരീരികാവസ്ഥയും എനിക്കെന്ത് ജീവനപായം സംഭവിച്ചാൽ പോലും ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സും ആ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഹോസ്പിറ്റലിലെ മറ്റ് ജോലിക്കാരുമാണ് ഞാൻ ഇതിലൂടെ ഉറപ്പ് നൽകുകയാണ്. ലിസ്റ്റിൽ പേര് കിട്ടിയാലേ ആൻജിയോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുമെന്ന് ആശുപത്രി ജീവനക്കാരി ബന്ധുവിനോട് പറയുന്ന ശബ്ദ സന്ദേശവും 24 പുറത്തുവിട്ടു. സാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സിസ്റ്റർ ജി പറയുന്നത് വെച്ചാൽ ഇതൊരിക്കലും ലിസ്റ്റ് കിട്ടിയിട്ടില്ല. ലിസ്റ്റ് കിട്ടിയാലേ പേരുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ ഡോക്ടേഴ്സിലെ ഇപ്പൊ വേറെ പ്രൊസീജിയേഴ്സിലാണ്. അപ്പോൾ ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ലിസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നാലേ ബാക്കി ഇനി അതിന്റെ കാരണം അറിയാൻ പറ്റത്തുള്ളൂ എന്നാ പറഞ്ഞത്. അതേസമയം വേണുവിന്റെ മരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന ന്യായീകരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. അരുൺ രാജ്, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.